ഹലോ, എല്ലാവർക്കും CMA ഇന്റർമീഡിയറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഫാസ്റ്റ് ട്രാക്ക് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജോബ് കോസ്റ്റിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ മെറ്റീരിയൽ കോസ്റ്റിനെയും എംപ്ലോയി കോസ്റ്റിനെയും ഓവർഹെഡ് കോസ്റ്റിനെയും ഒക്കെ കമ്പ്യൂട്ടേഷനും കാൽക്കുലേഷനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി എല്ലാ ബിസിനസ്സിലും നമ്മൾ ഒരു സെയിം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കോസ്റ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കുക? അല്ല, നമുക്ക് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷനിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് കോസ്റ്റിങ്ങിന് മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഓർ പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ റിക്വയർമെന്റ്സിനനുസരിച്ച്, അതായത് കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് അവരുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് ഈ ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അവിടെ നമ്മളൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഓർഡർ റിസീവ് ചെയ്ത ശേഷം ആ ഒരു ഓർഡറിനനുസരിച്ച് അവരുടെ റിക്വയർമെന്റിനനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ജോബ്സ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ബാച്ചസ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക് ഓർഡറിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്ന ഏരിയാസിലാണ് നമുക്ക് ഈ ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 3 ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഈ 3 കോസ്റ്റിംഗ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് സഹിതം പഠിക്കുന്നതാണ്. ഇനി സെക്കൻഡ് വരുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക കസ്റ്റമറുടെ സ്പെഷ്യൽ റിക്വയർമെന്റ് അനുസരിച്ച് ജോബ് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ബിസിനസ്സിലായിരിക്കും. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ കോസ്റ്റിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക മാസ് പ്രൊഡക്ഷൻ നടക്കുന്ന, അതായത് ബൾക്കായിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ബിസിനസ്സിലായിരിക്കും. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഒരു പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ആയിരിക്കും. അവിടെ ഫസ്റ്റ് തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നു, അതായത് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന്റെ ഓർഡർ കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നു. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് ഈ ഒരു ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ഓപ്പറേഷൻ കോസ്റ്റിംഗിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് കൂടിയുണ്ട്. പ്രോസസ് കോസ്റ്റിംഗും ഉണ്ട്, അതുപോലെ സർവീസ് കോസ്റ്റിംഗും ഉണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഈ രണ്ട് കോസ്റ്റിംഗും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗും ഉണ്ട്, അതുപോലെ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉണ്ട്. ഇനി ഈ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗിൽ തന്നെ നമുക്ക് ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, ബാച്ച് കോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉണ്ട്. ഇനി ഓപ്പറേഷൻ കോസ്റ്റിംഗിൽ നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ സർവീസ് കോസ്റ്റിംഗ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക് കോസ്റ്റിംഗിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് കോസ്റ്റിംഗിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ജോബ് costing എന്ന് പറയുന്നത്. Job costing is that form of specific order costing which applies where work is undertaken to customer special requirement. കസ്റ്റമറുടെ ഒരു സ്പെഷ്യൽ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ജോബ് പെർഫോം ചെയ്യുന്ന ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലാണ് ഈ ഒരു ജോബ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അവിടെ നമ്മൾ കസ്റ്റമറുടെ ഓർഡർ കിട്ടിയ ശേഷം അവരുടെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ജോബ് പെർഫോം ചെയ്യുക. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് നമ്മൾ ഈ ഒരു ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ഇനി ജോബ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്രസ്, റിപ്പയറിംഗ് ഷോപ്പ്, മെഷീൻ ടൂൾ മാനുഫാക്ചറിംഗ്, ഓട്ടോമൊബൈൽ സർവീസ് ഇൻഡസ്ട്രീസ്, foundries and general engineering workshops, furniture manufacturing industries, ship building industries ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു ജോബ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വരുന്ന ഫീച്ചർ ആണ് പ്രൊഡക്ഷൻ എഗനിസ്റ്റ് ഓർഡർ. അതായത് നമ്മളൊരു കസ്റ്റമറുടെ ഓർഡർ കിട്ടിയ ശേഷം ആ ഒരു കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടത്തുക. അതായത് ഒരു ഓർഡർ കിട്ടിയ ശേഷം ആ ഓർഡറിനനുസരിച്ചാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുക. നമ്മൾ ഫസ്റ്റ് തന്നെ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടത്തി സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നില്ല.
കസ്റ്റമറുടെ ഓർഡർ റിസീവ് ചെയ്ത ശേഷം ആ ഒരു ഓർഡറിന് എഗനിസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. ദെൻ സെക്കൻഡ് ഫീച്ചർ വരുന്നതാണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. ജോബ് കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ ജോബും അവിടെ സെപ്പറേറ്റ് ആണ്. ഓരോ ജോബിനും അതിൻ്റെതായ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജോബിനും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സും അവിടെ ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഫീച്ചർ ആണ് സെപ്പറേറ്റ് കോസ്റ്റ് അസർടൈൻമെന്റ്. ജോബ് കോസ്റ്റിംഗിൽ നമുക്ക് ഓരോ ജോബും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ജോബിന്റെയും സെപ്പറേറ്റ് കോസ്റ്റ് അസർടൈൻമെന്റ് അവിടെ നടത്തേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈച്ച് ജോബ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. ജോബ് കോസ്റ്റിംഗിൽ ഓരോ സെപ്പറേറ്റ് ജോബും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ജോബ് നമ്പർ ആണ്. ഓരോ ജോബും അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ജോബ് നമ്പർ കൊടുക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ഫീച്ചർ സെപ്പറേറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ ഓരോ ജോബിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ആണ് ഷോർട്ട് പീരിയഡ്. ജോബ് കോസ്റ്റിംഗിൽ നമുക്ക് ഈ ഒരു ജോബിന്റെ ഡ്യൂറേഷൻ ഷോർട്ട് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആബ്സെൻസ് ഓഫ് യൂണിഫോമിറ്റി. ഇവിടെ ഈ ഒരു ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക്കേഷൻസിന് അനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജോബും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോബ്സിൽ നമുക്ക് യൂണിഫോമിറ്റി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ജോബ് കോസ്റ്റ് ഷീറ്റ്. ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ ഓരോ സെപ്പറേറ്റ് ജോബിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ജോബ് കോസ്റ്റിംഗിന്റെ മെയിൻ ഫീച്ചേഴ്സ് വരിക. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ജോബ് കോസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഇറ്റ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് ഇൻക്വയർഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും ഇൻക്വയർ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെയും ലേബേഴ്സിന്റെയും ഓവർഹെഡ്സിന്റെയും ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then next വരുന്നതാണ് it helps the management to ascertain the operating efficiency of various production centers. ഓരോ പ്രൊഡക്ഷൻ സെന്റേഴ്സിലും ഓരോ സെപ്പറേറ്റ് ജോബ് ആയിരിക്കും പെർഫോം ചെയ്യുക. ഈ ഓരോ സെപ്പറേറ്റ് ജോബിന്റെയും കോസ്റ്റ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് ഓരോ പ്രൊഡക്ഷൻ സെന്റേഴ്സിന്റെയും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ട് അസർട്ടൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Then next വരുന്നതാണ് it helps to ascertain the cost and profit or loss for each job or work order. ഓരോ സെപ്പറേറ്റ് ജോബിന്റെയും കോസ്റ്റും അതുപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസും അസർട്ടൈൻ ചെയ്യാനായിട്ട് ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Then next വരുന്നതാണ് it helps the management to identify profitable and unprofitable jobs. നമ്മൾ ഓരോ ജോബിനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റും പ്രോഫിറ്റും അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ് ഏതാണ്, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ് ഏതാണ് എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വരുന്ന അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു കൺട്രോൾ കോസ്റ്റ് ബൈ കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൽ ഡിഫറൻസ് വരാനുള്ള റീസൺസ് എന്തൊക്കെയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു കൺട്രോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഒരു ജോബ് കോസ്റ്റിംഗ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. Then next വരുന്നതാണ് it provide a basics for determining the cost of similar job to be undertaken in future. അപ്പോൾ നമ്മൾ ഓരോ ജോബും നടക്കുന്ന ടൈമിൽ അതിന്റെ കോസ്റ്റും പ്രോഫിറ്റും എല്ലാം അസർട്ടൈൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ നേച്ചറിൽ തന്നെയുള്ള ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ജോബ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ടും എത്രയായിരിക്കും കോസ്റ്റ് വരിക എന്ന് എസ്റ്റിമേഷൻ എടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Then next വരുന്നതാണ് identification of spoilage and defectives with production and departments helps the management to take actions to reduce this to minimum. Spoilage അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ഇത് ഫ്യൂച്ചറിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് മാനേജ്മെന്റിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇനി ജോബ് കോസ്റ്റിംഗിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷൻ വരുന്നതാണ് ജോബ് കോസ്റ്റിംഗ് ഈസ് കമ്പാരിറ്റീവ്ലി മോർ എക്സ്പെൻസീവ് as more clerical works is involved in identifying each element of cost with separate department and job. ഈ ഒരു ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ ഓരോ സെപ്പറേറ്റ് ജോബിന്റെയും അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക്
ഡിപ്പാർട്ട്മെന്റിന്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് അസർട്ടൈൻ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ജോബ് കോസ്റ്റിംഗ് തയ്യാറാക്കണം. അപ്പോൾ ഒരുപാട് ക്ലറിക്കൽ വർക്ക്സ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റിംഗ് ടൈപ്പ് മെത്തേഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ക്ലറിക്കൽ പ്രോസസ് ചാൻസ് ഓഫ് എറേഴ്സ് ആർ എൻഹാൻസ്ഡ്. ക്ലറിക്കൽ വർക്ക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എറേഴ്സ് വരാനുള്ള ചാൻസും ഇൻക്രീസ് ആവുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ആസ് അസർട്ടൈൻ ഈവൻ വെയർ ദേ കംപ്ലൈഡ് വെരി പ്രോംപ്റ്റ്ലി ആർ ഹിസ്റ്റോറിക്കൽ ആസ് ദേ ആർ കംപ്ലൈഡ് ആഫ്റ്റർ ഇൻസിഡൻസ്. ജോബ് കോസ്റ്റിംഗ് നമ്മൾ തയ്യാറാക്കുന്നത് ആ ഒരു കോസ്റ്റ് ആക്ച്വലി ഇൻക്വയർ ആയതിനു ശേഷമാണ്, അതായത് ഇതൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കിനി ആ ഒരു ഓൾറെഡി ഇൻക്വയർ ആയ കോസ്റ്റിൽ ഒന്നും ചെയ്യാനായിട്ട് അവിടെ ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ് ദ കോസ്റ്റ് കംപ്ലൈഡ് അണ്ടർ ജോബ് കോസ്റ്റിംഗ് സിസ്റ്റം represent the cost incurred under actual conditions of operation. The system does not have any scientific basis. ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള കണ്ടീഷനിൽ നമ്മുടെ ഓപ്പറേഷൻസിന്റെ കോസ്റ്റ് എന്താണെന്നാണ്. പക്ഷെ ഇതിന്റെ റീസൺ എന്താണ്, ഈ ഒരു കോസ്റ്റ് ഇൻക്വയർ ആവാനുള്ള റീസൺ എന്താണ്, അതിന്റെ സയന്റിഫിക് ബേസ് എന്താണെന്നൊന്നും ഈ ഒരു ജോബ് കോസ്റ്റിംഗിൽ നമുക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. Then next വരുന്നതാണ് overhead absorption rate are to be determined for each production center. നമ്മൾ ഈ ഒരു ജോബ് കോസ്റ്റിംഗിൽ ഓരോ ജോബിന്റെയും ഓരോ പ്രൊഡക്ഷൻ സെന്ററിന്റെയും സെപ്പറേറ്റ് കോസ്റ്റിംഗ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഓരോ പ്രൊഡക്ഷൻ സെന്റേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ജോബ് കോസ്റ്റിംഗ് ഇസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. കോസ്റ്റ് ഓഫ് ജോബ് ഈസ് അസർട്ടൈൻഡ് ആഫ്റ്റർ ഇറ്റ്സ് കംപ്ലീഷൻ, സോ കൺട്രോൾ ഓഫ് കോസ്റ്റ് ഈസ് ഡിഫിക്കൽട്ട്. ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ ഓൾറെഡി ഇൻക്വയർ ആയിട്ടുള്ള കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് അതിന് കൺട്രോൾ എന്നൊരു ഫാക്ടറിന് അവിടെ ഡിഫിക്കൽട്ടി ഉണ്ട്. ഓൾറെഡി ഇൻക്വയർ ആയിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് ഇനി അവിടെ കൺട്രോൾ ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പൊ ഇത്രയുമാണ് ജോബ് കോസ്റ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജോബിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനെ, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പഠിച്ച കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ജോബ് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ജോബിൽ ഇൻക്വയർ ആയിട്ടുള്ള എക്സ്പെൻസസ് മാത്രമാണ് ആ ഒരു ജോബ് കോസ്റ്റ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഇനി നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോകാം. From the following data, prepare the job cost sheet and calculate the cost and profit of job number 111. നമുക്കൊരു ജോബിന്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ 8000, ഡയറക്റ്റ് വേജസ് 10,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 2000, ഫാക്ടറി ഓവർഹെഡ് 50% ഓഫ് ഡയറക്റ്റ് വേജസ്, ഓഫീസ് ഓവർഹെഡ് 20% ഓഫ് ഫാക്ടറി കോസ്റ്റ്, പ്രോഫിറ്റ് 25% ഓഫ് സെയിൽസ്. അപ്പോൾ ഒരു ജോബ് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ കോസ്റ്റ് ഷീറ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് വരയ്ക്കുക. ദെൻ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഐറ്റം എന്താ, ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതുന്നു 8000. ദെൻ സെക്കൻഡ് ഐറ്റം ഡയറക്റ്റ് വേജസ് 10,000. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, തന്നിട്ടുണ്ട് 2000. ദെൻ നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ത്, അതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 8000 പ്ലസ് 10,000 പ്ലസ് 2000, അതായത് 20,000 ആണ് പ്രൈം കോസ്റ്റ് വരിക. ഇനി ഈ പ്രൈം കോസ്റ്റിന് കൂടെ എന്ത് ആഡ് ചെയ്യണം, പ്രൈം കോസ്റ്റിന് കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 50% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് നമുക്കറിയാം 10,000, അതിന്റെ 50% എന്ന് പറയുമ്പോൾ 5,000 ആണ് നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് വരിക. ഇനി ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നതാണ് എന്ത്, അതാണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 20,000 പ്ലസ് 5,000, അതായത് 25,000 ആണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഓഫീസ് ഓവർഹെഡ് ആണ്. ഓഫീസ് ഓവർഹെഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഓഫീസ് ഓവർഹെഡ് 20% ഓഫ് ഫാക്ടറി കോസ്റ്റ്. ഇവിടെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പൊ ഈ ഒരു 25,000ന്റെ 20%, അപ്പൊ 25,000 into 20%, അതായത് 5,000 ആണ് നമ്മുടെ ഓഫീസ് ഓവർഹെഡ് വരിക. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് പ്ലസ്
ഓഫീസ് ഓവർഹെഡ് ആണ് എന്ത്, അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 25,000 പ്ലസ് 5,000, അതായത് 30,000 ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. അത് നമുക്ക് ഇവിടെ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് 0 ആണ്. അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് എന്ത്, അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 30,000 ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി 30,000. ഇനി ഈ ഒരു കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, സെയിൽസ് കിട്ടുക. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എത്രയും തന്നിട്ടില്ല, പകരം പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 25% എന്നാണ്. അതായത് സെയിൽസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് 25% ആണ്. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര, കോസ്റ്റ് എന്ന് പറയുന്നത് 75% ആണ്. അപ്പോൾ സെയിൽസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 25%, കോസ്റ്റ് 75%. അപ്പോൾ ഇവിടെ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് 30,000 ആണ്, അതെന്ന് പറയുന്നത് സെയിൽസിന്റെ 75% ആണ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 30,000 into 100 divided by 75 ആയിരിക്കും. അതായത് 40,000 ആയിരിക്കും നമ്മുടെ സെയിൽസ് വരിക. ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ 25%. അപ്പോൾ ഇത് into 25%, അതായത് 10,000 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരിക. ഇനി ഈ ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയുണ്ട്. 25% ഓൺ സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ്. 25% ഓൺ സെയിൽസ്. 25% എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് സെയിൽസ് ആണ് പ്രോഫിറ്റ്. 1/4 ആണെങ്കിൽ സെയിൽസിന്റെ 1/4 ആണ് പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റിന്റെ 1/3 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരിക. അപ്പോൾ ഇവിടെ 1/3 എന്ന് പറയുമ്പോൾ 30,000 into 1/3, അതായത് 10,000 തന്നെയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരിക. ഇനി ഈ ഒരു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതായത് 30,000 പ്ലസ് 10,000 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മളൊരു ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു ജോബിൽ വന്നിരിക്കുന്ന കോസ്റ്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓർഗനൈസേഷന്റെ ടോട്ടൽ കോസ്റ്റ് അല്ല, ആ ഒരു ജോബിലേക്ക് ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റ് മാത്രമാണ് എടുക്കുക. ഒരു കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്നും അതുപോലെ എങ്ങനെ ഈ ജോബ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യാം എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇനി ബാക്കിയുള്ള ടൈപ്സ് ഓഫ് കോസ്റ്റിംഗും മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.